മലയാളത്തിലെ പ്രശസ്തമായ ഒരു സീരിയൽ സെറ്റിൽ അടി നടന്നെന്നും പോലീസ് എത്തി 20ഓളം ആർട്ടിസ്റ്റുകളെ കസ്റ്റഡിയിലെടുത്തു എന്ന റിപ്പോർട്ടുകളുമാണ് പുറത്തുവരുന്നത്. സീരിയൽ താരങ്ങളും അണിയറ പ്രവർത്തകരുമടക്കം 20ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന റിപ്പോർട്ടുകൾ എത്തിയിട്ടുണ്ട്. വർക്കലയിലെ ഒരു റിസോർട്ടിൽ അതീവ രഹസ്യമായിട്ടാണ് സീരിയൽ ഷൂട്ട് നടന്നിരുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവം ഇങ്ങനെയാണ്. കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായിരുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടെ വർക്കലയിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഷൂട്ടിംഗ് നടത്തിയ സീരിയൽ താരങ്ങൾ പോലീസ് കസ്റ്റഡിയിലെന്ന റിപ്പോർട്ടുകൾ വരികയായിരുന്നു. ലോക്ക്ഡൌൺ ലംഘനം നടത്തിയതിനാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തതെന്ന് പ്രാദേശിക ചാനലുകളും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. വർക്കലയിലാണ് സീതാ കല്യാണം എന്ന സീരിയലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന താരങ്ങളും അണിയറ പ്രവർത്തകരും അറസ്റ്റിലായിരിക്കുന്നത്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് റിസോർട്ടിൽ ഷൂട്ടിംഗ് നടത്തുന്ന വിവരം സമീപവാസികളാണ് പോലീസിൽ അറിയിച്ചത്. ഇതോടെ റിസോർട്ട് അയിരൂർ പോലീസ് എത്തി സീൽ ചെയ്തതായിട്ടാണ് വിവരം. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയാണ് സീതാ കല്യാണം. മെയ് 8-ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതു മുതൽ സംസ്ഥാനത്ത് സിനിമ സീരിയൽ ഷൂട്ടിംഗിന് നിരോധനമുണ്ട്. ഇത് വകവയ്ക്കാതെയാണ് റിസോർട്ടിൽ രഹസ്യമായി ഷൂട്ടിംഗ് നടന്നിരുന്നത്. അടുത്തിടെ ബിഗ് ബോസ് മലയാളം 3-ാം സീസൺ ഷൂട്ട് നടന്നിരുന്ന ചെന്നൈയിലെ സ്റ്റുഡിയോയും പോലീസ് എത്തി സീൽ ചെയ്തിരുന്നു. അതേസമയം സീതാ കല്യാണം എന്ന സീരിയലിനെതിരെ വലിയ രീതിയിലാണ് ആളുകൾ രംഗത്തെത്തിയത്. കാരണം ഇത്രയും വലിയൊരു സാഹചര്യത്തിൽ ജനങ്ങൾ എല്ലാവരും തന്നെ വീട്ടിലിരിക്കുന്ന, എല്ലാവരും അവരുടെ ജോലികളെല്ലാം നിർത്തിവെച്ച് സുരക്ഷയെ കരുതി വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ സീരിയൽ അധികൃതർ ഇങ്ങനെ ചെയ്യുന്നത് വലിയ കഷ്ടമാണെന്നാണ് ആരാധകർ ഉൾപ്പെടെ പറഞ്ഞത്. സിനിമാ താരം ധന്യ മേരി വർഗീസിന്റെ ആദ്യത്തെ പരമ്പര കൂടിയായിരുന്നു സീതാ കല്യാണം. 2018 സെപ്റ്റംബർ 10-ന് ആരംഭിച്ച പരമ്പര സംഭവബഹുലമായി മുന്നേറുകയായിരുന്നു. സീതയുടെ ജീവിതത്തിലൂടെയാണ് സീരിയൽ മുന്നോട്ട് പോകുന്നത്. ബിഗ് ബോസ് താരം അനൂപ് കൃഷ്ണയായിരുന്നു പരമ്പരയിൽ ധന്യയുടെ ജോഡിയായി അഭിനയിച്ചത്. സീരിയലിൽ സജീവമായിരുന്ന സമയത്തായിരുന്നു അനൂപ് ബിഗ് ബോസ് ഷോയിലേക്ക് പോകുന്നത്. കല്യാൺ എന്ന കഥാപാത്രത്തെയായിരുന്നു നടൻ അവതരിപ്പിച്ചത്. കല്യാണിനെ കണ്ടെത്താനുള്ള സീതയുടെ ശ്രമങ്ങളാണ് ഈ സീരിയലിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ദിവസങ്ങൾക്ക് മുൻപ് സീതാ കല്യാണം വാർത്തകളിലും ഇടം പിടിച്ചിരുന്നു. ലോക്ക്ഡൌൺ നിയമം ലംഘിച്ച് സീരിയലിന്റെ ചിത്രീകരണം നടത്തിയത് ഒരു വലിയ വാർത്ത തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയുമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ സംഭവത്തിൽ പ്രതികരിച്ച താരങ്ങളും രംഗത്തെത്തിയിരുന്നു. തങ്ങൾ വീട്ടിൽ സുരക്ഷിതരാണെന്നാണ് താരങ്ങൾ പറഞ്ഞത്. നടി ധന്യ മേരി വർഗീസ് ആയിരുന്നു വാർത്തയെക്കുറിച്ച് ആദ്യം പ്രതികരിച്ചത്. റീഷ റഹ്മാൻ, ജീത്തു വേണുഗോപാൽ, രൂപശ്രീ, അനൂപ് കൃഷ്ണൻ തുടങ്ങിയവരൊന്നും ആ സമയത്ത് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നില്ലെന്ന് ധന്യ പറഞ്ഞിരുന്നു. വാർത്ത ശരിയാണെന്നും തങ്ങളെല്ലാം വീട്ടിൽ സുരക്ഷിതരായി കഴിയുകയാണെന്ന് ജീത്തുവും പറഞ്ഞിരുന്നു. സീതാ കല്യാണം താൽക്കാലികമായി അങ്ങനെ നിർത്തിവെച്ചു. കോവിഡിനെ തുടർന്ന് പരമ്പര താൽക്കാലികമായി നിർത്തിവെച്ചതായിരുന്നു. കോവിഡ് സാഹചര്യം മാറിയാൽ ഉടൻ തന്നെ പരമ്പര തുടർന്ന് സംപ്രേഷണം ചെയ്യുമെന്നും അണിയറ പ്രവർത്തകർ അന്ന് അറിയിച്ചു. കോവിഡിനെ തുടർന്ന് സീരിയൽ ചിത്രീകരണങ്ങളെല്ലാം ആ സാഹചര്യത്തിൽ നിർത്തിവെച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കടുങ്കൈ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരോട് ചെയ്തത്. കോവിഡ് വ്യാപനം എങ്ങനെയെങ്കിലും തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം കൂടി നടന്നത്.